ഹാപ്പി പിളെ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ സബ്സ്ക്രൈബേഴ്സാളെ നിങ്ങളോട് പറയാനേ, ഞാൻ ബസ്സിലിരുന്ന് പുറത്തൊക്കെ നോക്കി ഡ്യൂട്ടിക്ക് പോകട്ടെ. നീച്ചാൽ ലേറ്റായുള്ള അവസ്ഥ ഇതാണ്. ഇതൊക്കെ കാരണം ബ്രേക്ക്ഫാസ്റ്റ്. ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കുകയാണ്. ഇതെൻ്റെ ചിക്കൻ കറിയും ചോറും. ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ഉമ്മച്ചിനെ കൊണ്ട് ചോദിച്ച് എങ്ങനെ ഉണ്ടാക്കില്ല എന്നൊക്കെ. ഞാൻ കാണിക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് അറിയില്ലേനു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക. പിന്നെ ആണെങ്കിൽ ഇമ്മച്ചിയൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ടിരിക്കുക രാത്രി. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഉമ്മച്ചി ഉറക്കത്തില്ല, ഉറങ്ങി പോകണൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ആ വ്ളോഗ് കറക്റ്റ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തന്നേന്. പിന്നെ ഇന്ന് വേറൊരു ദിവസമല്ലേ, അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കണം. ചിക്കൻ കറിയും ചോറും ഞാൻ കുറച്ച് 2 ഉരുളൊക്കെ ഞാൻ കഴിച്ചു. മാഷാ അല്ലാഹ്, ഞാനൊരു വലിയ കുക്കായി മാറും ഗൈസ്, വലിയൊരു കുക്കായി മാറും. അപ്പോൾ ഗൈസ്, ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഇനി നേരെ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് അടുത്ത പരിപാടി. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഹോസ്പിറ്റലിലെ പെൻഡുലം ഏരിയയിലാണ്. ഇവിടേക്ക് പെൻഡുലം ഏരിയ എന്നാണ് പറയുക. ഇവിടെ കുറേ ചിത്രപ്പണികളും കുറേ പരിപാടികളും പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ. ഗൈസ്, അപ്പം ഞാൻ എല്ലാവർക്കും അറിയാം, ഞാൻ വർക്ക് ചെയ്യുന്നത് ബുർജിൽ ഹോൾഡിങ്സിലാണ്. ബുർജിൽ ഹോൾഡിങ്സിൽ BMC, ബുർജിൽ മെഡിക്കൽ സിറ്റി, ഷാബിക്കടത്ത്. അപ്പോൾ ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ എക്സിബിഷൻ നടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം കേട്ടോ, എല്ലാവർക്കും വരാം, വന്ന് കാണാം. പെൻഡുലം ഏരിയയിലാണുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, ഹെൽത്ത് റിസർച്ചിന് വേണ്ടിയിട്ട് ആങ്ഷൻ മിഷനിൽ ബുർജിൽ ഹോൾഡിങ്സ് ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ഷുഗർ, ഡയബറ്റിക് വന്ന ആൾക്കാരുണ്ടല്ലോ, ഡയബറ്റിക് വന്ന ആൾക്കാർക്ക് സ്പേസിൽ ചെല്ലാൻ പറ്റുമോ, പ്രമേഹ രോഗികൾക്ക് സ്പേസിൽ ചെല്ലാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനെന്താണ്, തുടർച്ചയായ ഗ്ലൂക്കോസ് മോണിറ്ററുകൾ, പിന്നെ സാങ്കേതിക വിദ്യകൾ, മൈക്രോഗ്രാവിറ്റിയിൽ ഇൻസുലിൻ പാനുകൾ എന്നുള്ളതൊക്കെ അതിൻ്റെയൊക്കെ ഒരു പരീക്ഷണം അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. അതിന് 4 പേരാണ് ടോട്ടൽ പോയിട്ടുള്ളത്. എടാ, ക്രൂവിനെ കാണിച്ചു കൊടുത്ത ആ 4 പേരാണ് പോയിട്ടുള്ളത്. അതിലൊരു ഇന്ത്യക്കാരനുണ്ട് കേട്ടോ, ഈ 4 പേരിൽ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. എടാ, ഇമ്മ ബുർജിലിൻ്റെ പേരുണ്ട്, റോക്കറ്റുമിൽ. നമ്മുടെ കമ്പനിയുടെ പേര് റോക്കറ്റുമില്ലോ, നമ്മുടെ കമ്പനിയുടെ പേര് റോക്കറ്റുമില്ലോ. പോടാ, സംഭവം തന്നെ കേട്ടോ ഗൈസ്. നിങ്ങൾ വിചാരിച്ച ആൾക്കാരേ അല്ല. ഗൈസ്, ഞാനിങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് നിങ്ങളെ അറിയിച്ചെന്നുള്ളൂ കേട്ടോ. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ പറയുന്നെന്നുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് അവിടെ ഒരാൾ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞുതരും. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്തുനിന്ന് ചോദിച്ചിട്ട് അവരെ കൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ ഇങ്ങനത്തെ പരിപാടി റൂമിലെത്തിയിട്ട് എന്തെങ്കിലും പരിപാടി നോക്കണം. അങ്ങനെ ഗൈസ്, ഞാനിതാ ഡ്യൂട്ടി കഴിഞ്ഞു. ഇതപ്പോൾ പോകണം. ഒരു ലോഡ് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഉമ്മച്ചക്കും വിളിച്ചിട്ട് നേരെ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. ഒരു നെയ്ച്ചോറ് മാത്രം പാഴ്സൽ, ഒന്നും വേണ്ട, വെറും നെയ്ച്ചോറ് റൈസ് മാത്രം. ഈ കടയിലെ തരിക്കഞ്ഞി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതും കുടിച്ചങ്ങനെ ഇരുന്നു. അങ്ങനെ ഗൈസ്, ഞാൻ എൻ്റെ തരിയും മേടിച്ച് ഈ റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. ബഹുമാനപ്പെട്ട അന്തർമാൻ ഇവിടെ അന്തംഗമ്യായി നിൽക്കുകയാണ്. ബാ, റൂമിൽ പോവാ, മതി. ആ ഡൂഡിൻ്റെ ഗൈസ്, ഞാൻ റൂമിൽ പോവാണ് ഗൈസ്. ഓ, എൻ്റെ വേർത്തത് കാണുന്നുണ്ട് ഞങ്ങൾ, വേർത്തിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് റൂമിലെത്തണം. കയ്യിൽ നിറച്ച സാധനങ്ങളും ആയതുകൊണ്ട് റൂമിലേക്ക് മെല്ലെ നടന്നു പോവാം. നല്ല വേനോട്ട് കയ്യേ. ഓ, ഫൈനലി ഗൈസ്, ഞാൻ അത് റൂമിലെത്തിയിരിക്കുകയാണ്. നല്ല വേർത്ത് കൊളിച്ച് ഒരു വൈക്കായി. ഇനി അടുത്ത പരിപാടി എന്താ നോക്കണം. ഇതേ എൻ്റെ ബാഗും പിന്നെ ഫുഡും. ഇനി നമുക്ക് ഒന്ന് ഫ്രഷ് ആയിട്ടും വരാം. അപ്പോൾ ഗൈസ്, ഇപ്പം എൻ്റെ കുളി കഴിഞ്ഞു. ഇനി നിസ്കാരം, ഫുഡ് കഴിക്കൽ, അങ്ങനെ കുറച്ച് പരിപാടികളാണ്. കുറച്ച് എന്തായാലും
എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ, കുറേ നമ്മളെ പ്രവാസി സുഹൃത്തുക്കളോടാണ്. ഓക്കെ, ഈ ഒറ്റക്ക് നിൽക്കണവർ, അതേമാതിരി രണ്ടാളൊക്കെ നിൽക്കണ റൂമിലുള്ളവർക്കൊക്കെ ഒരു പരിപാടി ഉണ്ട്. എന്തെന്നറിയാം, കുളി പരിപാടികളൊന്നുമില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വരിക, അങ്ങോട്ട് കിടന്നുറങ്ങുക. ചിലർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് കണ്ണും മുറുകൊക്കെ കിടന്നുറങ്ങുക. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ മൊത്തമായിട്ട് കുളിച്ച് നല്ല ഡെറ്റോളിട്ട് കഴിക്കണ മാതിരി ഫ്രഷ് ആയിട്ട്, ഏത് പണിയെടുക്കണമെന്നാണെങ്കിലും കുഴപ്പമില്ല, കഴുകി കുളിച്ചിട്ടേ ബെഡ് കയറാൻ പാടുള്ളൂ. ബെഡ്ഷീറ്റൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ട് കിടന്നുറങ്ങണം. ഞാൻ അനുഭവം കൊണ്ട് പറയണം. നമ്മളോടൊക്കെ ഡോക്ടർമാർ പറയുന്നതുകൊണ്ട് പറയാം കേട്ടോ. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണതേ. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ ഞാനാണെങ്കിലും കുളിക്കാതെ കിടന്നുറങ്ങിയ ദിവസങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്നോടും കൂടി പറയാനുള്ളത്, ഡെയിലി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കുളിച്ച് നല്ല ഡെറ്റോളിട്ട് കഴുകണ മാതിരി കുളിക്കുക. ഓക്കെ, എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളിലേക്ക് കടക്കാൻ. അവനവൻ്റെ സുരക്ഷ എപ്പോഴും അങ്ങോട്ട് കാക്കുക, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങൾ ഒക്കെ നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ലിങ്ക് പറയാൻ പറ്റുള്ളൂ, മുഖത്ത് നോക്കിയാണ്ട് പറയാൻ പറ്റില്ല എല്ലാവരോടും, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാനൊന്നും ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കുക. ഓക്കെ, ഈ ഞാനാണെങ്കിലും എടലാൽ ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി കുളിച്ചാത്തന്നല്ല കേട്ടോ, കുളിക്കൊക്കെ ചെയ്യും. മീൻസ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുളിക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ എന്താ കൊടുന്ന് അറിയാം, ഈ ജിമ്മ് ഉള്ള ദിവസം മാത്രം വൈകുന്നേരം കുളിച്ചു, ജിമ്മില്ലാത്ത ദിവസം കുളിച്ചില്ല. ഇപ്പം ഞാൻ അതിനൊക്കെ മാറി, ഒരു പാഠം പഠിച്ചുമ്പോൾ നമ്മളൊക്കെ അങ്ങോട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൊറിയോ അങ്ങനെ അതൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരും. നമ്മളിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പറയണം, ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ തെണ്ടാണ്. ഈ എമർജൻസിയിലും എൻഡോസ്കോപ്പിയിലും എല്ലാ സ്കോപ്പിയിലും തെണ്ടി അവിടെയൊക്കെ പോയിട്ടായിക്കാരം ഞാൻ വരിക. എന്നിട്ട് പിന്നെ വന്നിട്ട് കൈ കൈകളി ഇതൊന്നും പരിപാടികളൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം നേരെ സിസ്റ്റത്തിൽ പോയിട്ട് ആ തെണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ തലച്ചോറയിലും മൂക്കുചോറയിലും എവിടെ ചോറയിലാണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തിന് പല പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായ? അപ്പോൾ ഈ ഹോസ്പിറ്റൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന നമുക്കാളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവനെൻ്റെ കജ്ജും കാലും അപ്പ കൈക വളരെ വൃത്തിയായിട്ട് നടക്കുക. പ്രത്യേകിച്ച് ആണുങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്നാലും ചെയ്തോളി, നമുക്കാളെ ചെയ്യാണ്ടെന്ന് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കെന്താ അടുത്ത പരിപാടി നോക്കാം. പിന്നെ സബ്സ്ക്രൈബേഴ്സാളെ, എന്നാൽ പിന്നെ ഞാൻ നിസ്കരിച്ചുകൊണ്ട് വരാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി കടക്കാം. സബ്സ്ക്രൈബേഴ്സുകളാരും പോയരുത്, എല്ലാവരും അടുത്ത പരിപാടി കാണാൻ കാത്തുക്കും ഗൈസ്. അപ്പോൾ അടുത്ത നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയ്യിൽ കഴുകിയിട്ടുണ്ട്, ഫുഡ് നെയ്ച്ചോറ് വിടുന്നുണ്ട്, പ്ലേറ്റ് കഴുകിയിട്ടുണ്ട്. ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ റെഡിയാക്കി വെച്ച എൻ്റെ ചിക്കൻ കറി, ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി, ഇമ്മച്ചി പറഞ്ഞന്ന് ഉണ്ടാക്കിയ ചിക്കൻ കറി. ഇതെടുത്തിട്ട് ചൂടാക്കാനുള്ള അത്ര എടുക്കുക. ആൻഡ് ദെൻ നെയ്ച്ചോറും കൂട്ടി കഴിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ഇറ്റ്. ഇതാണ് കേട്ടോ മുത്തുമണിയാളെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി. ഇതിങ്ങനെ കുറേശ്ശെ എടുക്കുക, നല്ല ചിക്കൻ കറി ഇങ്ങനെ വെക്കുക, പിന്നെയും കുറേശ്ശും കൂടി എടുക്കുക. പഠിച്ചോനെ മാഷാ അല്ലാഹ് പറഞ്ഞോളിട്ട എല്ലാവരും, ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണേ. ബിലാൽ മുഷ്കിൽ ഉണ്ടാക്കിയതാണ്, മുഷ്കിലാവോ? പൊള്ളിയാവൂല. ഓക്കെ, ഇനി ഇത് അതേപോലെ എടുത്തിട്ട് മൂടി വെച്ചിട്ട് അതേപോലെ തിരിച്ചു വെക്കണം എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അല്ലെങ്കിൽ സാധനം കേടുവരും അത്ര. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ കാണുന്ന പ്രവാസി സുഹൃത്തുക്കളുണ്ടെങ്കിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിലേ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. ഇങ്ങനെ ചെയ്യണ പരിപാടികൾ കുറേ പ്രവാസി ട്രിക്കുകളുണ്ട്. നമുക്കാണെങ്കിലോ പെരിയിലിരിക്കണ ഉമ്മച്ചി പറഞ്ഞ ഐഡിയകൾ മാത്രമേ പറയുള്ളൂ. പ്രവാസികളുടെ ഐഡിയകൾ പ്രവാസികൾക്കെല്ലാം അറിയുള്ളൂ. എൻ്റെ റൂമിലുള്ള അല്ലാഹു അക്ബർ, ഞാൻ ഇന്നലെ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ച എൻ്റെ സാധനം ഫ്രിഡ്ജിക്ക് തിരിച്ച് കൊണ്ടുപോയി വെച്ചിട്ടില്ല. ഇതൊക്കെയാണ് പ്രശ്നം. ഇലാൽ മുഷ്ഫീഖ് കുറച്ചും കൂടി നന്നാവാനുണ്ട്. ഇലാൽ മുഷ്ഫീഖേ
ഇപ്പം ഞാൻ എൻ്റെ കറി, ചോറ് ഓൾറെഡി ചൂടുള്ളതാണ്, കറി ഞാൻ ചൂടാക്കാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓവനിൽ എൻ്റെ കറി ചൂടായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നെയ്ച്ചോറ് എന്തായാലും ചൂടുണ്ടാവുമെന്ന് ഡെഫിനറ്റ്ലി ഉറപ്പാണ്. ഐ ഹോപ്പ്. ഇല്ലെങ്കിൽ നമ്മൾ ചൂടാക്കുന്നേ. ചിക്കൻ കറിയാണ്, ഇൻഷാ അല്ലാഹ് ചിക്കൻ കറി നമ്മളിങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കേടുവരാണ്ടിരിക്കട്ടെ ഗൈസ്. കേട് വരാതിരിക്കാനുള്ള പൊടിക്കൈകൾ, പരിപാടികൾ ഒക്കെ പറഞ്ഞു തരണം. ഓക്കെ, പിന്നെ വെറൈറ്റി ഫുഡുകൾ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഫുഡുകൾ പ്രവാസി കാക്കമാരോ താത്തമാരോ അഞ്ചന്മാരോ ഏട്ടന്മാരോ ആർക്കെങ്കിലും കാരണവരുണ്ടെങ്കിൽ, പോലീസാ ആംബുലൻസോ, അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ യു ഷുഡ് മെസ്സേജ് മീ വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അങ്ങനെ ഗൈസ് എൻ്റെ ചിക്കൻ കറി ഏതാനും ചൂടായി കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറിയിലേക്ക് ഞാൻ കൂട്ടാൻ പോകുന്നത്, ഞാനൊരു വെളുത്തുള്ളിച്ചാർ മേടിച്ചിരുന്നു ഗൈസ്. നല്ല വെളുത്തുള്ളിച്ചാർ, നല്ല ലുലുവിൻ്റെ വെളുത്തുള്ളിച്ചാർ. അതങ്ങോട്ട് കൂട്ടാമെന്ന് കരുതുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ ചേട്ടൻ സ്വസ്ഥവും സുഖവുമായിട്ട് ചായയും പഴംപൊരി അടിക്കുന്നു. ഏതടി ചായയും പഴംപൊരി, ചേട്ടൻ ചായയും പഴംപൊരി അടിക്കണത് കാട്ടിക്കൊടുക്കാം. ഓ സോ സാഡ്. ഇത്ര ചൂടുണ്ട്, ഇത്ര ചൂടുള്ള നമ്മൾ അറിഞ്ഞിട്ടില്ല. സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ സ്റ്റൈല്, നാടൻ സ്റ്റൈൽ ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ ഗൈസ്. ഏയ് നെയ്ച്ചോറ് കട്ടൻസ് നിന്ന് മേടിച്ചു. നെയ്ച്ചോറിന് അരിയില്ല, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിങ്ങളുടെ അടുത്ത് അരി ഉണ്ട് എന്നുള്ളത്. പയമ്പേരിൻ്റെ അടുത്തൊന്ന് കണ്ട് പയമ്പേരി പയമ്പേരി തിന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റൂല്ലേ? അപ്പോൾ ഗൈസ് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാം. ഓക്കെ, ആ പഴംപൊരി പഴംപൊരിയും ചിക്കൻ കറിയും എവിടെ ഇருக்கு? എന്താ എൻ്റെ ചിക്കൻ കറി ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് സ്വസ്ഥമായിട്ട് കഴിച്ചു. ഒരു പേടി പഠിക്കണ്ടാതെ. നല്ല ഏരിയ ഉണ്ട്. ഉമ്മച്ചി ഉണ്ടാക്കി തന്ന, എന്താ പറയുക, എങ്ങനെ ഉണ്ടാക്കി തരാന്നല്ല അത്രയും മുളക് പൊടി ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്, എരിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ, കഴിച്ചിട്ട് ബാക്കി.